വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭയപ്പെടുത്തുന്ന അനേക സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൊച്ചുകുഞ്ഞിനെ പോലും ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ നാടാണ് ഇത്. സ്വന്തം കാമുകന് വിഷം നൽകി കൊന്നു തള്ളിയിട്ട് കണ്ണീരൊഴുക്കി കാമുകന് വേണ്ടി അലറി വിളിച്ച നാട്. വെഞ്ഞാറമൂട്ടിലെ 23 വയസ്സുകാരൻ അഫാൻ ഉമ്മയും ഇളയ സഹോദരനും ഉൾപ്പെടെ 6 പേരെ ചുറ്റികൊണ്ട് തലയ്ക്കടിച്ച് അതിൽ 5 പേർ ദാരുണമായി മരിച്ച നാട്. അടുത്ത നിമിഷം കേൾപ്പാൻ പോകുന്ന വാർത്ത എന്തായിരിക്കും എന്ന് ചിന്തിച്ച് മനുഷ്യൻ ഭയപ്പെടുന്നു. ഭയപ്പെടുത്തുന്ന വിവിധ സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്ന വ്യക്തിയാണ് ഇസ്രായേലിലെ ദാവീദ് രാജാവ്. ജീവൻ രക്ഷിപ്പാനായി മലകളിലും ഗുഹകളിലും ഒളിച്ചു പാർക്കേണ്ടി വന്ന ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനം 27:1. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുന്നവർക്ക് ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല എന്ന ദാവീദ് പറയുന്നത്. ദാവീദിനെ ഒടുക്കിക്കളയുവാൻ ആഗ്രഹിച്ച ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ദാവീദ് അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുന്നു. സങ്കീർത്തനം 27:2. എങ്കിലും യഹോവ എൻ്റെ രക്ഷയും ജീവൻ്റെ ബലവുമാകിയാൽ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനം 27:3. ജീവിതത്തിൽ നേരിട്ട സകല പ്രതിസന്ധികളിലും പതരാതെ നിൽപ്പാനുള്ള കാരണം ദാവീദ് യഹോവയായ ദൈവത്തെ തൻ്റെ വെളിച്ചമായും രക്ഷയായും ബലമായും സ്വീകരിച്ചിരുന്നു എന്നതാണ്. യഹോവയായ ദൈവത്തെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നത്, എൻ്റെ ബലവും എൻ്റെ കോട്ടയും കഷ്ടകാലത്ത് എൻ്റെ ശരണവുമായ യഹോവ എന്ന യിരെമ്യാവ് 16:19. കൊച്ചി വെണ്ടിരുത്തി പാലത്തിൻ്റെ പണി നടത്തിയ ഭക്തനായ ജർമ്മൻ എഞ്ചിനീയറിൻ്റെ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. പാലത്തിൻ്റെ പണി പൂർത്തിയായി. അതിൻ്റെ ഉറപ്പ് പരിശോധിച്ച് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ പറഞ്ഞു, പാലത്തിന് വലിയ ഭാരം താങ്ങുവാൻ കഴിയില്ല എന്ന്. തുടർന്ന് ഭാരപരിശോധന നടത്തിയത് മണൽച്ചാക്കുകൾ നിറച്ച ഗുഡ്സ് ട്രെയിൻ ഓടിച്ചുകൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ കടന്നു പോകുന്ന സമയം പാലത്തിനടിയിൽ ഒരു ബോട്ടിൽ തൻ്റെ പിതാവിനോടും മാതാവിനോടും കുടുംബത്തോടും കൂടെ അദ്ദേഹം സ്ഥാനം പിടിച്ചു. ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയവും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിശ്ചയവും ആണ് ഭയരഹിതനായി പാലത്തിനടിയിൽ നിൽപ്പാൻ തന്നെ സഹായിച്ചത് എന്ന തൻ്റെ സാക്ഷ്യം. ദാവീദ് പറയുന്നത്, അന്നത്തെ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. 27:5. അരാം രാജാവ് കുതിരകളും രഥങ്ങളുമായി എലീശ പ്രവാചകനെ അറസ്റ്റ് ചെയ്യുവാൻ അയച്ച സൈന്യത്തെക്കുറിച്ച് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിരാവിലെ ബാല്യക്കാരൻ കാണുന്നത് പട്ടണം വളഞ്ഞിരിക്കുന്ന സൈന്യത്തെയാണ്. ഭയപ്പെട്ട ബാല്യക്കാരൻ പ്രവാചകനോട് ചോദിക്കുന്നത്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും? പ്രവാചകൻ നൽകിയ മറുപടി, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. 2 രാജാക്കന്മാർ 6:16. തുടർന്ന് ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് ബാല്യക്കാരൻ കാണുകയും ചെയ്തു. അതേ, ഒരു സൈന്യം നമ്മളുടെ നേരെ പാളയമിറങ്ങിയാലും ദൈവമക്കൾക്ക് ഭയപ്പെടുവാനില്ല. ഇതിനോട് ചേർന്ന് ഒരു സംഭവം കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒരു ബ്രിട്ടീഷ് മുങ്ങിക്കപ്പൽ കടലിനടിയിൽ വെച്ച് പെട്ടെന്ന് കേടായി. സമുദ്രത്തിൻ്റെ മുകളിലേക്ക് ഉയരുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ബാഹ്യലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞു. എന്തും സംഭവിക്കാം. ഭയപ്പെട്ട് കൂടെയുള്ളവരോട് ദൈവവിശ്വാസിയായ ക്യാപ്റ്റൻ പറഞ്ഞു, ഒരുപക്ഷേ ഇത് നമ്മുടെ ശവക്കല്ലറ ആയിരിക്കാം. എന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, അവരിൽ നമുക്ക് ആശ്രയിക്കാം. തുടർന്ന് അദ്ദേഹം പാടി, കൂടെ പാർക്ക നേരം വൈകുന്നീതാ, കോരേരോ പാർക്കാദേവ
ആശ്രയം വേറെല്ലാ നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ പാർക്ക. അവരെല്ലാവരും ചേർന്ന് പാടി. കപ്പലിനുള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വന്നു. അവർ ശബ്ദം നിർത്തൂ. പെട്ടെന്ന് അവരിലെ തടിയനായ എൻജിൻ ഓപ്പറേറ്റർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എൻജിൻ ബോക്സിലേക്ക് മയങ്ങി വീണു. വളരെ പെട്ടെന്ന് ബോക്സിനുള്ളിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. എൻജിൻ പ്രവർത്തിപ്പാൻ തുടങ്ങിയ ശബ്ദമായിരുന്നു അത്. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവ ഒരു ദോഷവും തട്ടാത്തവനും നിന്റെ പ്രാണനെ പരിപാലിക്കും എന്ന സങ്കീർത്തനം 121:7. എങ്കിലും അവൻ നമ്മുടെ പ്രാണനെ സൂക്ഷിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. 27:14. കർത്താവേ, വിവിധ സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ നിന്നിൽ മാത്രം പ്രത്യാശ വെച്ച് ധൈര്യത്തോടെ നിൽപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. Sure.